നവീകരണ പ്രവർത്തനം നടക്കുന്ന അഞ്ചൽ പുളിമുട്ടിൽ ചിറയുടെ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 23 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അഞ്ചൽ പുളിമുട്ടിൽ ചിറ നവീകരിക്കുന്നത്. ഇത് നേരത്തെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ചിറ എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ അവരും പൊതുജനങ്ങൾക്ക് എന്ന് വെച്ചാൽ തർക്കമുള്ളവർക്കെല്ലാം വസ്തു അങ്ങ് വിട്ടുകൊടുത്തു. ഈ ആല് തന്നെ ഇത് ആഞ്ഞിൽ ഈ കുളത്തിൻ്റെ ഈ അടക്ക് നിന്നതാണ്. ഇതിപ്പോൾ അങ്ങ് പോയി. ഇനിയിപ്പോൾ ഇത് കുളഞ്ഞിട്ട് ഈ അറ്റത്ത് വേണ്ട ഇതിങ്ങനെ കെട്ടി വരുമ്പോൾ ഈ പ്രോപ്പർട്ടി മൊത്തം ഇങ്ങോട്ടും വിട്ടുകൊടുക്കും, മറ്റേ അവർക്ക് അങ്ങോട്ടും വിട്ടുകൊടുക്കും, ഇത് ഇങ്ങോട്ടും വിട്ടുകൊടുക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ല. പഞ്ചായത്തിന് ഇച്ചിരി വസ്തു വീണ് കിട്ടി, പക്ഷെ അത് നീതിയായിട്ട് നടത്തണ്ടേ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ 15 സെന്റിലാണ് പുളിമുട്ടിൽ ചിറ സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ ചിറയ്ക്ക് 5 സെന്റ് പോലും വിസ്തൃതിയില്ലെന്ന് CDS വൈസ് ചെയർപേഴ്സൺ രാധിക പറഞ്ഞു. വാർഡ് മെമ്പർ നോക്കിയപ്പോൾ ഇത് എങ്ങനെയെങ്കിലും അങ്ങ് തട്ടിക്കൂട്ടിയാൽ മറ്റുള്ളവർക്കെല്ലാം വസ്തു അങ്ങ് വിട്ടുകൊടുത്തോണ്ട് തട്ടിക്കൂട്ടിയാൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. ആദ്യമേ ഇത് കെട്ടി അളക്കാൻ വന്നപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ അന്ന് 15 സെൻറ്റും അവർ അളന്നത്. ആ തിണ്ണ അവിടെ അതുകൊണ്ടല്ല അങ്ങൊരു കല്ല് അന്ന് തന്നെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, കുറ്റി ഇട്ടിട്ട് പോയ സർവേയർ ഇട്ടിട്ട് പോയ കുറ്റി അന്ന് തന്നെ ആ വക്കീലും അതിൻ്റെ ജോലിക്കാരനും കൂടെ പുഴുതു. പിന്നെ ഇവിടെ ഇങ്ങനെ നല്ല വീതിക്ക് ഒരു വരമ്പുണ്ടായിരുന്നത്, ഒരു ഓട്ടോ കയറി പോകത്തക്ക രീതിയിൽ. ആ ഓട്ടോ എന്ന് പറയുന്ന കാരണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീതിക്ക് വരമ്പ് വന്നിട്ട് അതിലേക്കൂടാണ് ഞങ്ങളുടെ പുരയിടത്ത് ഈ വല്യമ്മിച്ച് കയറി പോകുന്നത്. നല്ല അന്നേരം ഈ സലീമാക്കൊക്കെ അറിയാം ഇത് ആരുടെയും പുരയിടം അല്ലെന്ന്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും 23 ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്നാണ് ചിറയുടെ നവീകരണ പ്രവർത്തനം നടന്നുവരുന്നതെന്നും റിസർവ് ഓഫീസിലെ അധികാരികൾ സ്ഥലത്തെത്തി ചിറയുടെ വസ്തു അളന്ന് കുറ്റിയടിച്ച് തന്ന സ്ഥലത്താണ് ചിറയുടെ നവീകരണ പ്രവർത്തനം നടത്തിവരുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം C. അംബികാകുമാരി പറഞ്ഞു. എന്നാൽ ചിറയുടെ സ്ഥലം കയ്യേറിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. അന്നും ഇന്നും ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സ് കടക്കാർ വന്ന് എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ കയ്യേറ്റം ചെയ്തിട്ടുള്ളൂ. അതിനു മുമ്പ് അവർ പൈസ കൊടുത്ത് മേടിച്ചതിന് നമ്മൾ കുറ്റം പറയാം. അന്നേരം ഈ നേതാക്കന്മാരൊക്കെ എവിടെ പോയിരുന്നു? ഇവരിങ്ങനെ നികത്തിക്കൊണ്ട് വസ്തുവൊക്കെ മേടിച്ച് നേരത്തെ ഇരുന്ന മെമ്പർ കുറേ പതിച്ചു കൊടുത്തെന്ന് നമ്മളിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.